ഹായ് ഓൾ, എം ജെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മുഖക്കുരുവും പാടും ഒക്കെ പോകുന്ന ഒരു അടിപൊളി സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറും 50 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഈ 5 സോപ്പും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഖവും ശരീരമൊക്കെ നന്നായി തന്നെ വെളുക്കാൻ തന്നെ ഈ പച്ചരി ഉപയോഗപ്പെടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറുപയറാണ് കേട്ടോ. ചെറുപയറിൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു 4 മണിക്കൂർ നേരം ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഇവിടെ ഇതാ 4 മണിക്കൂറിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളം ഫുള്ളായി തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം നമുക്കിത് അറിയാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇതുപോലെ അരിഞ്ഞു ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു കളറൊക്കെ വരാൻ ക്യാരറ്റ് നന്നായി സഹായിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ആര്യവേപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, വസൂരി വന്ന കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് ഈ ആര്യവേപ്പ് സഹായിക്കും കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഈ അരിയൊക്കെ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലിട്ട് നന്നായി തന്നെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിച്ച് ബാക്കി വന്ന കൊറ്റൻ ഇത് കളയണ്ട കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ സോപ്പിൻ്റെ ബേസല്ല കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ ഈ പിയേഴ്സ് സോപ്പിലാണ് കൂടുതലും ഗ്ലിസറിൻ ഉള്ളത്. 98% പ്യുവർ ഗ്ലിസറിനാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ സോപ്പുകളും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ഗ്ലിസറിനുള്ള സോപ്പ് മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇവിടെ ഇതാ ഞാനൊരു സോപ്പ് എടുത്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മറ്റൊരു പാത്രം അതിലിറക്കി വെച്ച് അതിലേക്ക് നമ്മുടെ ഈ സോപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ നന്നായി തന്നെ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതാ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ ചൂടിൽ തന്നെ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഇതാ എല്ലാതും തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളൊന്ന് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെയധികം ഹെൽത്തി ആയ സോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ സോപ്പൊക്കെ മേടിക്കുമ്പോൾ നല്ല വില കൊടുത്ത് നമ്മൾ സോപ്പൊക്കെ മേടിക്കേണ്ടി വരും. ഇതുപോലെ ഒരു പിയേഴ്സ് സോപ്പും ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഇതാ ഞാൻ ഇങ്ങനത്തെ കടലാസ് കൊണ്ടുള്ള ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചോറും പാത്രത്തിൽ കൂട്ടാനൊക്കെ കൊടുത്തയക്കില്ലേ, അങ്ങനെ കൂട്ടാനൊക്കെ കൊടുത്തയക്കുന്ന പാത്രമായാലും കുഴപ്പമില്ല. ഇനി ഈ പാത്രത്തിൽ കുറച്ചൊന്ന് എണ്ണ തടവിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു 8 മണിക്കൂർ നേരം ഇങ്ങനെ വെക്കണം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഇതിൻ്റെ കൊറ്റനുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് നമ്മുടെ മുഖത്തൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞൊന്ന് വാഷ് ചെയ്യുമ്പോൾ നല്ല സ്കിന്നൊക്കെ നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഇതാ ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ നന്നായി തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ മുഖവും ശരീരവും ഒക്കെ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സോപ്പാണ് കേട്ടോ. 50 രൂപയിലാണ് നമ്മളിപ്പോൾ ഇത്രയും 5 സോപ്പ് നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യമുണ്ട്,
നമ്മൾ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളമൊന്നും കൂടിപ്പോവരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ഇതുപോലെ സെറ്റായിട്ട് കിട്ടില്ല. നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ നീര് മാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 3-4 ദിവസം പുറത്ത് വെച്ചതിന് ശേഷമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, 4 ദിവസമെങ്കിലും ഇതൊന്നിങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതുകൊണ്ട് നമ്മൾ മുഖവും ശരീരമൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ ഒരു കളർ നമുക്ക് കിട്ടും. ഒരു ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് വൈറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. അതുപോലെ നമ്മുടെ കറുത്ത പാടുകളും ഒക്കെ നന്നായി തന്നെ പോകും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഞാനൊരു സോപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകി കാണിച്ചു തരുന്നുണ്ട്. നന്നായി തന്നെ പതയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. ഒരു പിയേഴ്സ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.